അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നൊരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കണം. എന്നിട്ട് അടുത്ത എപ്പിസോഡ് ആകുമ്പോൾ നമുക്കൊരു കിടിലം വില്ലേജർ ട്രേഡിംഗ് ഹാളും ഉണ്ടാക്കണം. എന്നാലേ നമ്മളെ ആർമറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കി ഈ ഒരു സാധനം വെച്ചിട്ട് അത് അത്യാവശ്യം നല്ല രീതിക്ക് മൈൻഡ് ചെയ്തിട്ട് ഐറ്റംസ് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യിലിരിക്കുന്നത് സ്റ്റോൺ പിക്കാക്സ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സൈഡിലുള്ള ചെസ്റ്റിൽ ഇത്രയും ഐറ്റംസ് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ശോകമാണ് കണ്ടോ. ഇവിടെ ഒന്നും അധികം കിട്ടിയിട്ടില്ല. നമ്മൾ പിക്കാക്സ് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ കിട്ടത്തുള്ളൂ. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഇന്ന് നമുക്കൊരു കിടിലം ബ്രീഡറൊക്കെ ഉണ്ടാക്കാം. അത് നമ്മൾ ആ വില്ലേജിൻ്റെ ഐലൻഡില്ല അവിടെ ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി നമുക്ക് ഈ കുറച്ചധികം കോബിൾ സ്റ്റോൺ ഇതിൽ നിന്ന് എടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് കുറച്ച് ഫർണേഴ്സ് ഉണ്ടാക്കണം. എന്നിട്ട് കുറേയധികം ഈ ഒരു കോബിൾ സ്റ്റോൺ ഉരുക്കിയിട്ട് നമുക്ക് സ്റ്റോൺ ആക്കിയിട്ട് നമുക്ക് ബ്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സംഭവം ചെയ്യുന്നത്, അതായത് ബ്രീഡറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 7 ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു 7 ഫർണസ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നിരത്തി വെക്കാം. ഇത് ഇവിടെ ആയിട്ട് ഇങ്ങനെ നിരത്തി വെക്കാം നമുക്ക് ഈ ഒരു 7 എണ്ണം. എന്നിട്ട് ഇതിലൊക്കെ ആയിട്ട് നമുക്ക് ഓരോ സ്റ്റാക്ക് വീതം കോബിൾ സ്റ്റോൺ വെക്കാം. അപ്പം നമുക്ക് താൽക്കാലികമായി ഈ ഒരു സ്ലാബ് വെക്കാം ഫ്യൂവലായിട്ട്. നമ്മളെ അടുത്ത് ഇപ്പോൾ കോളും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്യൂവലിന് പകരം സ്ലാബ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് കുറച്ച് സ്റ്റോണൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ബ്രിക്സ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമ്മളെ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ നമുക്ക് ഈ ഒരു ബ്രീഡർ പണിയാം. അപ്പോൾ ഇല്ല ഗൈസ്, നമുക്ക് ഏകദേശം 3 സ്റ്റാക്കിൻ്റെ അടുത്ത് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഫർണസിന്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ബ്ലോക്ക് ആക്കാം. കണ്ടത് ഈ ഒരു സ്റ്റോൺ ബ്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ ഫാർമ് മൊത്തത്തിൽ പണിയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചധികം സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാർം പണിയേണ്ട ആ ഒരു സ്ഥലത്തേക്ക് പോവാം. ഞാൻ എന്തായാലും ഇത് ഇവിടുത്തെ ഒരു മരം മുറിച്ചിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കാം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നത്ര വില്ലേജർ ഇപ്പം തന്നെ ഇവിടെ എടുത്തു വെക്കാം. ഇല്ലെങ്കിൽ വലിയ പണി ആവാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടുന്ന് ബോട്ടിലിരുത്തി കഴിഞ്ഞാൽ ഇവന്മാരെ എങ്ങനെ ഞാൻ ആ ഒരു ഫാർമിലേക്ക് കൊണ്ടുപോകുന്ന എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും നോക്കാം. നമ്മളതിലാണെങ്കിൽ മറ്റേ വള്ളിയൊന്നും ഇല്ല, ഇല്ലെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഒരുത്തനെ പിടിച്ച് ബോട്ടിൽ ഇരുത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ടായ കമ്പോസ്റ്ററെല്ലാം എടുത്ത് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആണെങ്കിലേ 3 അയൺകോളൊക്കെയാണ് അറ്റ് എ ടൈം സ്പോൺ ആവണം ഈ ഒരു വില്ലേജ്. നമുക്ക് ഈ ഒരു വില്ലേജ് തന്നെ അയൺ ഫാർം ആക്കിയാലോ. അത്യാവശ്യം കുറേ അയൺകോളം ഇവിടെ തന്നെ സ്പോൺ ആവുന്നുണ്ട്. കാര്യം ഇത് അത്രയും വലിയ വില്ലേജാന്ന് തോന്നുന്നു. ഓ, ഇവനെ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. പിന്നെ ആരാണ് ഇവിടെ പുറത്തിറങ്ങി നടക്കുന്നത്? ഓക്കെ, ഇവിടെ ഒരുത്തനുണ്ട്. ഇവനും കൂടി നമുക്കങ്ങ് ബോട്ടിൽ കയറ്റാം. ബോട്ട് എടുത്ത് ഞാൻ മുകളിലേക്ക് വെച്ചു. അപ്പോൾ ഇവിടെ ഒരുത്തനുണ്ട്. ഇവനും കൂടി ബോട്ടിലേക്ക് കയറ്റി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഓക്കെ സെറ്റായി. ഇവനെ നമുക്ക് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും ഒരു ഫാർമർ ഉണ്ടല്ലോ. ഇത് കുറേ ഉണ്ടല്ലോ ഇവിടെ വില്ലേജേഴ്സ്. അതുപോലെ വില്ലേജർ ബ്രീഡർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടില്ലെങ്കിലേ നിങ്ങൾ ഉറുമ്പടിക്കും. സത്യം പറയാലോ, ഉറുമ്പടിക്കും. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ലിങ്കൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഉണ്ട്, അതുപോലെ ഡിസ്കോഡൊക്കെ ഉണ്ട്. അതിലൊക്കെ ഒന്ന് കയറ്. വെറുതെ ഇരിക്കണല്ലോ, ഒന്ന് കയറ്. ഓക്കെ, അതുപോലെ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ എടുക്കണമല്ലോ, ഒരു ചെറിയ ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളിത് ഈ ഒരു ഏരിയയിലായിട്ടാണ് നമ്മളെ ഈ ഒരു ബ്രീഡറൊക്കെ സെറ്റ് ചെയ്യണത്. അപ്പോൾ അവിടുന്ന് ഞാൻ എങ്ങനെ ഇവിടത്തേക്ക് വില്ലേജർ കൊണ്ടുവരുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം. അതുപോലെ ഈ വില്ലേജർ ബ്രീഡർ വില്ലേജിൻ്റെ അടുത്ത് ഉണ്ടാക്കി എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഗൂഗിൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില്ലേജിൽ നിന്ന് ഒരു 150 ബ്ലോക്കെങ്കിലും വിട്ടേ ഈ ഒരു ബ്രീഡറും അതുപോലെ ട്രേഡിങ് ആളൊക്കെ ഉണ്ടാക്കാൻ പാടുള്ളൂ. വെറുതെ എൻ്റെ മനസ്സ് വിഷമിപ്പിച്ച്. ഇനി നമുക്ക് അപ്പുറത്തൊരു സവാന ഐലൻഡ് അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട്, അതായത് സവാന ബയോമുണ്ട്. അവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു ബ്രീഡറൊക്കെ സെറ്റ് ചെയ്യാം. വെറുതെ എന്തിനാണ് നമ്മളിങ്ങനെ വെറുതെ റിസ്ക് ഒക്കെ എടുക്കണേ? അതാകുമ്പോൾ നമുക്ക് ഈ ഒരു പുഴ വഴി അങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ. കറക്റ്റ് വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ പോകുന്ന അന്ന് തന്നെ ഇത് ഈ ഒരു മൊണ്ണ സ്പോണായി. അപ്പം ഇവിടെ നമുക്ക് തല്ലിക്കൊന്നാൽ നമുക്ക് 2 കയറ് കിട്ടും. അപ്പം നമ്മുടെ പരിപാടി എളുപ്പമായി. സത്യം പറയാൽ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവന്മാരെ കൊല്ലേണ്ടി വന്നു. എന്തായാലും 2 കയറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മതി എനിക്ക് ബ്രീഡർ ഉണ്ടാക്കാൻ. അപ്പം നമ്മളില്ലേ ഈ ഒരു സ്ഥലത്തായിട്ടാണ് നമ്മളെ ബ്രീഡർ സെറ്റ് ചെയ്യണത്. അതായത് നമുക്ക് ആദ്യത്തെ എപ്പിസോഡിൽ റൂവിൻ്റെ പോർട്ടലൊക്കെ കിട്ടിയിട്ട് ആ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പം ഇവിടെ ആയിട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വില്ലേജിൽ നിന്ന് നല്ല രീതിക്ക് ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം ഇവിടെ ആയിട്ട് നമുക്ക് ബ്രീഡർ സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് എന്തായാലും അക്കരയ്ക്ക് നീന്തി പോവാം. അപ്പൊ ഞാനാണെങ്കിൽ ഈ ഒരു ഏരിയയിലായിട്ടാണ് വില്ലേജർ ബ്രീഡർ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ വെള്ളത്തിന്റെ അടുത്ത് തന്നെയായി നമുക്ക് വില്ലേജർ ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ എളുപ്പമായല്ലോ. കൂടുതലൊന്നും ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് നമുക്ക് ക്ലിയർ ചെയ്താൽ മതി. കുറച്ചൊരു വൈഡ് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലെയാണ് നമ്മളെ ബ്രീഡറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഇവിടെ ആയിട്ട് ബെഡ് വെക്കും, ഇവിടെ ആയിട്ട് വില്ലേജർ നിൽക്കും, കുഞ്ഞുങ്ങൾ ഇതുവഴി താഴേക്ക് പോകും. അപ്പം ഇതുപോലെയാണ് നമ്മളെ ബ്രീഡർ വരുന്നത്. ഇനി നമുക്കിത് ഒരു ബ്ലോക്കും കൂടി അപ്പ് ചെയ്യണം. അയ്യോ, ഞാൻ താഴെ വീണ്. ഓക്കെ,
അപ്പം എന്തായാലും ഇത് മൊത്തത്തിൽ നമുക്കിങ്ങനെ റൗണ്ടായിട്ട് വെച്ച് പോവാം. അപ്പം എന്തായാലും ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു സംഭവം വെച്ച് കൊടുക്കാം, ഈ കമ്പോസ്റ്റർ വെച്ച് കൊടുക്കാം. അപ്പം എന്തായാലും നമുക്ക് കയറിപ്പോകാൻ ഈസി ആയിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് നമുക്ക് പൊളിച്ചു കൊടുക്കാം. ഇതിനൊരു കമ്പോസ്റ്ററും വേണം. അതുപോലെ നമുക്കിവിടെ ഹോ ചെയ്തിട്ട് ചെടികൾ സോറി വീറ്റൊക്കെ നടാനുണ്ട്, വീറ്റും ക്യാരറ്റൊക്കെ. പിന്നെ 3 ബെഡും കുറച്ച് ട്രാപ്പ് ഡോറൊക്കെ ആവശ്യമുണ്ട്. പിന്നെ വാട്ടർ ബക്കറ്റും ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് വരാം. അതുപോലെ രാത്രി ആവുന്നുണ്ട്, പോയി കിടന്നുറങ്ങണം. അങ്ങനെ നമ്മൾ നമ്മളെ ഫാർമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഓക്കെ ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് അടുത്ത കമ്പോസ്റ്റർ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലായിട്ട് കുറച്ച് തുളകൾ ഉണ്ടാക്കിയിട്ട് അവിടെയൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിവിടെ കൃഷിപ്പണി ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഞാൻ 2 ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതും കൂടി കൊണ്ടുപോയിട്ട് അവിടെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഒരു ബക്കറ്റ് ഈ ഒരു ഏരിയയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ ബക്കറ്റ് ഇത് ഇവിടെ ആയിട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ മൊത്തം ഹോയും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിലുള്ള കുറച്ച് വീറ്റ് സീഡും അതുപോലെ ഈ ഒരു ക്യാരറ്റും കൂടി ഇവിടെ നട്ടു കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇവർക്ക് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടി കയ്യിൽ വെച്ചതാണ്, ഇല്ലെങ്കിൽ ബ്രീഡിങ് ഫാസ്റ്റ് ആവത്തില്ല. ഇവന്മാർ ഇതൊക്കെ നട്ട് വളർത്തി കുറേ സമയം എടുത്തിട്ട് ബ്രീഡ് ആവത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ബ്രീഡറിലൊക്കെ ക്യാരറ്റാണെന്ന് തോന്നുന്നു ഇച്ചിരിയും കൂടി നല്ലത്. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുമല്ലോ. വീറ്റ് നട്ടു കൊടുത്തു കഴിഞ്ഞെങ്കിൽ അവന്മാരത് വീറ്റ് വളരുന്നവരെ കാത്തു വെക്കണം. അത് കഴിഞ്ഞിട്ട് വീറ്റ് പറിക്കണം, എന്നിട്ട് വീറ്റ് മാറ്റിയിട്ട് ബ്രെഡ് ഉണ്ടാക്കണം. ആലോചിക്കുമ്പോൾ തന്നെ മടിയാവണ്. അപ്പോൾ ക്യാരറ്റാണ് തോന്നുന്നു ഒന്നും കൂടി നല്ലത്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ 3 ബെഡും വെച്ചു, അതുപോലെ ഇവിടെ ട്രാപ്പ് ഡോറൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കുട്ടിക്കുരുപ്പുകൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടാക്കണം. അപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് നമുക്കൊരു സ്ഥലം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് 2 ബ്ലോക്ക് നമുക്ക് താഴോട്ട് കുഴിക്കണം. ഓക്കെ, ഇപ്പോൾ 1 2 ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് സ്ട്രെയിറ്റ് അങ്ങോട്ട് കുഴിച്ചു പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബ്ലോക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെയും നമുക്കൊരു ചെറിയ സ്ഥലം ഉണ്ടാക്കാം. ഇവിടെ ഒരു കുഴി ഉണ്ടാക്കണം. ഇവിടെ നമുക്കൊരു റെഡ് സ്റ്റോൺ ടോർച്ച് വെക്കണം. പക്ഷെ നമ്മളതിൽ റെഡ് സ്റ്റോൺ ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമുക്ക് എന്തായാലും നോക്കാം. എന്നിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ആ കണ്ട വീഡിയോയിൽ, അതായത് അന്ന് ഞാൻ നോക്കുമ്പോൾ അവർ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളൊരു ഇതിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ ഇവിടെ ആയിട്ട് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ബ്ലോക്കും കൂടി വെച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം സെറ്റായി. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമുക്ക് എന്തായാലും ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇനെന്തെങ്കിലും സീൻ വരുമ്പോൾ നമുക്കത് റെഡിയാക്കാം. അപ്പം ഇനെന്തായാലും നമുക്ക് നേരെ വില്ലേജിൽ പോയിട്ട് വില്ലേജറിനൊക്കെ കൊണ്ടുവരാം ഇങ്ങോട്ടേക്ക്. 2 അവന്മാരെ ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവന്മാർ ഇപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നല്ലതില്ലെങ്കിൽ നമുക്ക് കൂട്ടിയിട്ട് അവന്മാരെ എടുക്കേണ്ടി വരും. ഞാൻ അങ്ങനെ വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇവന്മാരൊക്കെ കൊല്ലാൻ പോവാണ്. അതായത് ഈ ഒരു അയൺ ഗോളത്തിനൊക്കെ മൊത്തത്തിൽ ഇവിടുന്ന് തട്ടാൻ പോവാണ്. നമുക്ക് കുറച്ചധികം അയണ്ട ആവശ്യമുണ്ട്. പേടിക്കണ്ട, ഞാനിപ്പോഴും വില്ലേജിൽ തന്നെയാണ് ഉള്ളത്. ഏകദേശം 13 അയൺ ഇങ്കട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ വെള്ളത്തിൻ്റെ അടുത്തായിട്ട് ഒരുത്തൻ ഇരിക്കുന്നുണ്ട്. അവൻ തന്നെ നമുക്ക് ആദ്യമായിട്ട് കൊണ്ടുപോകാം നമ്മുടെ ഒരു ബ്രീഡറിലേക്ക്. ഇത് ഇവിടെ ഒരുത്തൻ കണ്ടോ, ഇതിവിടെ ഇരിക്കുന്നുണ്ട്. ഒരു വെടിക്ക് 2 പക്ഷേ ഇവിടെ 2 അവന്മാർ ഇരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇവന്മാരെ പണിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ നമുക്കതൊരു വലിയ പണിയാവാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അവനാണ് അവിടെ വന്നിരുന്നതെന്നാണ് തോന്നുന്നുള്ളത്. നമുക്ക് എന്തായാലും ഇതും പൊളിച്ച് കളയാം. അപ്പം എന്തായാലും ഇവന്മാരെ പണിയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാം. ഈ കയറ് പൊട്ടാതെ നിന്നാൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് നേരെ ബ്രീഡറിലേക്ക് കൊണ്ടുപോകാം ഇവന്മാരെ. അങ്ങനെ ഒരു വിധത്തിൽ ഇവന്മാരെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവന്മാരെ മുകളിലേക്ക് കയറ്റണം. അതിനാണ് ഞാൻ ഈ കയർ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി ഓക്കെ. അപ്പം എന്തായാലും ഇനി ഇവന്മാർ പൊന്തി വന്നോളൂ. ഓക്കെ, എന്തായാലും കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ബ്രീഡറിലേക്ക് ഇവന്മാരെ കയറ്റണം. ഓക്കെ, അങ്ങനെ എന്തായാലും ഇവന്മാരെ ഞാൻ അങ്ങനെ കൂട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വേറെ വഴിയൊന്നുമില്ലല്ലോ ചാടിപ്പോവാൻ. ഓക്കെ, എന്തായാലും ഞാൻ ഇവരെ തുറന്നു വിടാണ്. അപ്പം എന്തായാലും ഇവർ പോയിട്ട് ജോലിയൊക്കെ എടുത്തിട്ടുണ്ട്. സോ അതെന്തായാലും നന്നായി. നമുക്ക് എന്തായാലും ഇവിടെയും കൂടി ഒരു ക്യാരറ്റ് നട്ടു കൊടുക്കാം. അത് ഞാൻ ഇവരെ ഉന്തിയിട്ട സമയത്ത് അങ്ങനെ സംഭവിച്ചതാണ്. സോ ഇനി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഡോർ തുറക്കുക, എന്നിട്ട് ഈ ഡോർ ഇങ്ങനെ ആക്കാം, ഇതിങ്ങനെ അടക്കാം, ഇത് തുറന്നു വെക്കാം. നമ്മളെ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് ഇവിടുന്ന് എങ്ങനെ എസ്കേപ്പ് ആവും? ദൈവമേ, ചതിച്ചല്ലോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇങ്ങനെ പോവാം, അതായിരിക്കും നല്ലത്. ഇത് വെറുതെ പൊളിച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പിക്കാക്സും ഇല്ല, ഒന്നുമില്ല. അത് നമ്മളെ കയ്യിൽ തിരിച്ച് കിട്ടത്തുമില്ല. അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു ഡർട്ടൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഇനി നമ്മളെ കയ്യിലുള്ള ഈ ഒരു ക്യാരറ്റൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇവന്മാർക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ബ്രീഡാവോ നമുക്കൊന്ന് നോക്കാം. ഇനി ഇത് ബ്രീഡർ വർക്കാവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ള മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിക്കർ അയച്ചു കൊടുക്കാനേ ബാക്കിയുള്ളൂ. എല്ലാം ഞാൻ കൊടുത്തു. പെട്ടെന്ന് ബ്രീഡാവണേ മോനെ, നമുക്ക് റിച്ച് ആവണ്ടേ.
അപ്പോൾ എന്തായാലും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബ്രീഡായാൽ മതിയായിരുന്നു. ഞാൻ എന്തായാലും കുറച്ച് നേരം ഇവിടെ AFK ഒന്ന് നോക്കട്ടെ. ഞാൻ എന്തായാലും പിന്നെയും കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ബ്രീഡറിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. ഞാൻ കുറച്ച് ഐറ്റംസ് എടുക്കാനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തായാലും രാത്രിയായി ഞാൻ കിടന്നുറങ്ങി. പിന്നെ അത് ആദ്യം ഇവിടത്തേക്ക് പോവാണ്. എന്തായാലും ബ്രീഡർ വർക്കായാൽ മതിയായിരുന്നു. ഒരു ഐഡിയയിൽ ഇത് വർക്കാവുന്നു. ഞാൻ പണ്ടോട്ടേ ചെയ്യുന്ന ഒരു ബ്രീഡറാണിത്. കണ്ടോ, ഇത് ഇവിടെയാണ് നമ്മളെ ബ്രീഡർ വരുന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ നടന്നോ? ഇപ്പം ഓക്കെ, കുട്ടികളെ സൗണ്ടൊക്കെ ഞാൻ കേൾക്കണുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സൈഡിൽ കൂടി അടിയിലേക്ക് പോയി നോക്കാം. അതാ ഇവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രീഡർ സെറ്റായിട്ടുണ്ട് കേട്ടോ. ബൈ ദ ബൈ, എന്തായാലും നമുക്ക് ഇതിലേ കൂടി കയറിയിട്ട് നമ്മളെ കയ്യിലുള്ള ബാക്കി ഐറ്റംസും കൂടി ഇവന്മാർക്ക് കൊടുക്കാം. എന്തായാലും പെട്ടെന്ന് എല്ലാവരും ബ്രീഡ് ആവട്ടെ. ഇവർ ഇൻവെൻട്രി ഫില്ലാവുന്ന അനുസരിച്ചിട്ടാണ് ഇവർ ബ്രീഡ് ആവുന്നതെന്നാണ് തോന്നുന്നുള്ളത്. എന്തായാലും ഞാൻ കുറച്ചധികം ക്യാരറ്റും കൂടി വീണ്ടും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബ്രെഡൊന്നും ഞാൻ കൊടുക്കാൻ പോണില്ല. ഇനിയില്ല മക്കളെ, ഇനിയില്ല. എന്തൊക്കെ നടക്കണുണ്ട്. ഓക്കെ, എന്തായാലും ഇവർ ഇവിടെ ഇരുന്ന് ബ്രീഡ് ആവട്ടെ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം ഇത്രയേ ഉള്ളൂ. എന്തായാലും ബ്രീഡറൊക്കെ നമ്മൾ പണി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും അടുത്ത എപ്പിസോഡിൽ കിടിലം ഒരു ട്രേഡിംഗ് ഹാൾ നമുക്ക് ബിൽഡ് ചെയ്യണം. അതിന് അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രൈൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. ഞാൻ പോയി എന്തായാലും ഗ്രൈൻഡ് ചെയ്യട്ടെ. നിങ്ങൾ എന്തായാലും പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.